ഒക്കെ നാശനഷ്ടത്തിൽപ്പെട്ട വണ്ടികളാണ്. ഒക്കെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പുതുപുത്തൻ വണ്ടി ടിയോ ടയോട്ടയുടെയാണ്, പുതിയ വണ്ടിയാണ്. ഇതിനും കേടുണ്ട്. അവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വണ്ടിയുണ്ട്. ഈ വണ്ടിയുടെ മുൻവശമുണ്ട്, ബാക്ക് വശമുണ്ട്. ഏതായാലും വലിയൊരു ദുഃഖവാർത്തയാണ്. രാത്രി 8:30 സംഭവിച്ചപ്പോൾ. ഇത് വരുന്നത് മലപ്പുറം ജില്ല, ഏകദേശം നമ്മുടെ കോട്ടക്കൽ ആര്യശാല റോഡ്, അവിടുന്ന് തിരൂരിലേക്ക് വരുന്ന വഴി. ഇവിടെ ഹൈവേ പണിതിട്ടുണ്ട്. വലിയൊരു ബ്രിഡ്ജ് നമുക്കിവിടെ കാണാം. ഇത് തൃശ്ശൂർ കോഴിക്കോട് അങ്ങനെ പോകുന്ന 6 വരിപ്പാതയുടെ പാലാണ് ഈ കാണുന്നത്. ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന റോഡുണ്ട് മേളിൽ നിന്ന്. അത് നമുക്കിവിടെ കാണാം. ഈ ഭാഗത്ത് ആ റോഡിൽ നിന്ന് ഇറങ്ങി വന്ന വണ്ടി ബ്രേക്ക് പോയി എന്നാണ്. രാജസ്ഥാനിൻ്റെ രജിസ്ട്രേഷനുള്ള ട്രെയിലറാണ്. ഈ റോഡിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഈ ഭാഗം. വൈകുന്നേരം ആയാലും വാഹനങ്ങളുടെ ഒരു സ്ഥിരം നിരയാണ് ഇവിടെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പാലം ഇവിടെ പണി മുൻവശത്ത് അവിടെ പണി കഴിഞ്ഞിട്ടില്ല. അത് കാരണം ഈ വാഹനം ഇവിടെ ഇറങ്ങിയിട്ട് ഇത് ഭാഗത്തു കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗതാഗതക്കുരുക്ക്. ഇവിടെ ഒരു ജംഗ്ഷനാണ്, മഞ്ചേരി റോഡാണ് ഇത്, മഞ്ചേരി തിരൂർ. ഈ ജംഗ്ഷനിലെ വാഹനം വലിയ ട്രെയിലറൊക്കെ വന്നത് തിരിഞ്ഞ് കിട്ടാൻ പണിയാണ്. അത് കാരണം തന്നെ ഈ ഇഷ്ടം പോലെ ഗതാഗതക്കുരുക്ക് ഇവിടെ സംഭവിക്കുന്നുണ്ട്. അധികാരികളുടെ ശ്രദ്ധ നിർബന്ധമായിട്ട് ഈ ഭാഗത്തേക്ക് വേണം. തന്നെയുമല്ല, ഇവിടെ വലിയ ട്രെയിലർ പോലത്തെ വാഹനം തിരിഞ്ഞ് കിട്ടാൻ പണിയാണ്. അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല. മണിക്കൂറുകളോളം റോഡ് ബ്ലോക്കാനുള്ള ഏക കാരണമാണ്. പിന്നെ മറ്റൊരു
മഞ്ചേരി റോഡാണ് ഇത്. പിന്നെ ഈ ഭാഗത്ത് കൂടിയാണ് വാഹനം ഈ ഹൈവേയിലേക്ക് ഇങ്ങോട്ട് കയറുന്നത്. പണി കഴിഞ്ഞ ഭാഗത്ത് വാഹനം കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഭാഗത്ത് കൂടിയാണ് വാഹനം അങ്ങോട്ട് കയറി പോകുന്നത്. പക്ഷേ ഈ കയറി പോകുന്ന ഭാഗത്ത് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വാഹനം ഇതുവഴി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത് അതിന് ജനങ്ങൾ പറയുന്ന കാരണം ഇപ്പോൾ പണി നടക്കുകയല്ല, അതുകൊണ്ട് വിഷയമല്ല എന്നാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് വാഹനം ട്രക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇത് കയറി പോകാനുള്ള വഴിയാണ്, പക്ഷെ അപ്പുറം ഇറങ്ങി വരാണ്. അപ്പോൾ ഇതുവഴി ഇറങ്ങുകയും ചെയ്യും കയറുകയും ചെയ്യും, രണ്ടും ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ സ്ഥിരം റൂട്ടാണ് ഇത്. കഴിഞ്ഞ ദിവസം ഈ അപകടത്തിൻ്റെ തലേന്ന് ഞാനിതുവഴി പോയതാണ്. ഞാനിവിടെ വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഞാൻ അതിൽ പറയുകയും ചെയ്തിരുന്നു ഇവിടെ ഗതാഗത കുരുക്കുണ്ട്, അതുകൊണ്ട് ഇവിടെ വലിയ വിഷയമാണെന്നുള്ളത്. അപ്പോൾ ഏതാനും സംഭവിച്ച് ഭാവിയിലേക്കുള്ള അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജനശ്രദ്ധ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഈ ഭാഗത്തേക്ക് ശ്രദ്ധ ചെലുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.